അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി തന്നെ ജയിക്കുമെന്ന് വെള്ളാപ്പള്ളി നടേശൻ. ബി.ജെ.പി. പിടിക്കുന്ന ഓരോ വോട്ടും കോൺഗ്രസിനെ തോൽപ്പിക്കും. ഇക്കാര്യത്തിൽ പന്തയം വയ്ക്കാനും തയ്യാറാണെന്ന് ന്യൂസ് 18ന്റെ ദ പോളിഗ്രാഫ് എന്ന പരിപാടിയിൽ സംസാരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. ബി.ജെ.പിയിലേക്ക് ഈഴവ സമുദായത്തിന്റെ ഒരു വോട്ടിന്റെ ഒരു ഫ്ലക്ച്വേഷൻ ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ? ചെറിയൊരു ശതമാനം. ഏറ്റവും കൂടുതൽ കോൺഗ്രസിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. ഈഴവരിൽ തന്നെയുള്ള കോൺഗ്രസ്സാണ് ഇതിലുള്ളവരാണ് ബി.ജെ.പിയിലേക്ക് കൂടുതൽ. അതുകൊണ്ടല്ലേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, എന്തുകൊണ്ട് ബി.ജെ.പി. ഇവിടെ വോട്ട് കൂടുതൽ മേടിച്ച സ്ഥലങ്ങളുണ്ടല്ലോ, അവിടെയൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ അവിടെയെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജയിക്കുന്നത് എവിടെയാണ്? ഇപ്പോൾ സജി ചെറിയാൻ ജയിച്ചത് എന്താ? ബി.ജെ.പിയോടെ കൂടുതൽ വോട്ട് പിടിച്ചുകൊണ്ടാണ് സജി ചെറിയാൻ അവിടെ ജയിക്കുന്നത്. ത്രികോണ മത്സരമാണ്. ഇവിടെ സിന്ധു മാഡം ജയിക്കുന്നത് എങ്ങനെയാണ്? അവിടെ ത്രികോണ മത്സരം വരുന്നതുകൊണ്ടല്ല. അതൊക്കെ മുമ്പ് ആരാ ജയിച്ചുകൊണ്ടിരുന്നത്? ഇടതുപക്ഷം സ്ഥിരമായി ജയിച്ചുകൊണ്ടിരുന്നതല്ലേ. അപ്പൊ ഇടതുപക്ഷം ആ കാര്യത്തിൽ വലിയ പേടി വേണ്ട. ബി.ജെ.പിയിലേക്ക് അങ്ങനെ ഈഴവ വോട്ടുകളൊന്നും പോകാൻ സാധ്യത ചെറിയൊരു പെർസെൻറ്റേജ് പോവില്ല. അതിലേക്ക് പോകുന്നത് കൂടുതലും കോൺഗ്രസിന്റെ വോട്ടാണ് ബി.ജെ.പിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടല്ല അടുത്ത ഭരണവും ഇടതുപക്ഷം തന്നെ ഭരിക്കുമെന്ന് ഞാൻ ശക്തമായി ഇപ്പോഴും നാളെ ഇന്നലെയും പറഞ്ഞതിന്റെ കാരണം എന്താണ്? ത്രികോണം ബി.ജെ.പി. കൂടെ വളർന്നു കഴിഞ്ഞു. നാളെയും അവർ വളരും. പക്ഷെ അതിൻ്റെ തളർച്ച കോൺഗ്രസിനായി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥിരമായ കുറേ വോട്ടുണ്ട്. ആ സ്ഥിരമായ വോട്ട് കൃത്യമായി കിട്ടിക്കൊണ്ടിരിക്കും. ഞാനിപ്പോൾ പറഞ്ഞ റെക്കോർഡ് ചെയ്ത് വെച്ചു. ഈ ഇലക്ഷന് കഴിഞ്ഞ ശേഷം നിങ്ങൾ എന്നോട് കണ്ടെന്ന് ചോദിച്ചോളൂ. മുസ്ലിം ലീഗ് ഇടതുമുന്നണിയിൽ ചേർന്നാൽ തന്നെ പോലെയുള്ളവർ ആത്മഹത്യ ചെയ്യേണ്ടി വരുമെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. ഭരണം കിട്ടാൻ ഏതറ്റം വരെയും പോകുന്നവരാണ് ലീഗ് എന്ന കാര്യം ഇടതുമുന്നണി ഓർത്തിരിക്കണമെന്നും വെള്ളാപ്പള്ളി നടേശൻ ന്യൂസ് 18ന്റെ ദ പോളിഗ്രാഫ് എന്ന പരിപാടിയിൽ സംസാരിച്ചുകൊണ്ട് പറഞ്ഞു. ഇടതുമുന്നണിക്കും വളരെ കാര്യമായി ഒരു മുസ്ലിം വിരോധം, വെറും മുസ്ലിം വിരോധമല്ല, മുസ്ലിം തീവ്രവാദ സംഘടനകൾ ഉണ്ട്, അവർ നുഴഞ്ഞു കയറുന്നു എന്നൊക്കെ പറഞ്ഞിട്ടും ഒരു മുസ്ലിം വിരോധം പറയുന്നുണ്ട്. തീവ്രവാദ വിരോധം എന്ന് പറയാം. താങ്കളും മുസ്ലിം ലീഗിനെ പറയുന്നത്, താങ്കളും മുസ്ലിം ലീഗിനെ കാര്യമായി വിമർശിക്കുന്നുണ്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം. നിങ്ങളിപ്പോൾ ഈ കാര്യത്തിൽ ഒരുമിച്ചാണല്ലേ? അല്ലേ, എൻ്റെ കാരണം നേരത്തെ ഒന്നും എതിരായി വിമർശിച്ചിരുന്നില്ല ഇടതുപക്ഷമൊന്നും. അതെ, ഇപ്പോഴല്ലേ വിമർശിക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ കാര്യസ്ഥലത്ത് അടുത്തപ്പോഴുള്ള ഈ പിണറായിക്ക് മനസ്സിലായി ലീഗ് ആരാണെന്ന്. ഞാൻ നേരത്തെ മനസ്സിലാക്കിയിരുന്നു. അല്ല, ലീഗ് ഒരിക്കലും ഇടതുമുന്നണിയുടെ കൂടെ വന്നിട്ടില്ല. അതോ പിണറായിക്ക് മനസ്സിലായി മുസ്ലിങ്ങൾ ആരാണ്, അങ്ങനെയാണോ? അല്ല, ഈ മുസ്ലിം തന്നെ എത്രയോ നല്ലവരുണ്ടപ്പോ ലീഗ് ആരാണെന്ന് ഇപ്പൊ മനസ്സിലായി. ഒരു കാലഘട്ടം വന്നു കഴിഞ്ഞാൽ ലീഗ് വേണമെന്നുണ്ടെങ്കിലും ഇടതുപക്ഷത്തോട് ചേരും. അവർക്ക് അധികാരമാണ് വേണ്ടത്. അധികാരത്തിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ കോൺഗ്രസിനെ തള്ളിയിട്ട് അവരിപ്പറേ വരും. അങ്ങനെ വന്നാൽ താങ്കളൊക്കെ എന്ത് ചെയ്യും? ചിലപ്പോൾ ആത്മഹത്യ ചെയ്യേണ്ടി വരും. ആത്മഹത്യാപരമാണ് ലീഗ്, ആത്മഹത്യാപരമാണ് ഇടതുമുന്നണിയിലേക്ക് വന്നാൽ. അപ്പോൾ ഒരു സംശയമുണ്ടോ? വരാൻ പാടില്ല, ഒരിക്കലും വരാൻ പാടില്ല. സത്യത്തിൽ താങ്കൾ ആരാ? വളരെ ബുദ്ധിമാനായ ഒരു സമുദായ നേതാവാണ്. പിണറായി വിജയന് താങ്കളെ ഇഷ്ടം വരാൻ കാരണം? പണ്ട് എനിക്കെതിരായിട്ടും അദ്ദേഹം പറഞ്ഞിട്ടില്ല. കേരള തൊഗാടിയാകാനുള്ള ശ്രമമാണെന്നേ പറഞ്ഞുള്ളൂ. എന്നെയും പിണറായിയും കൂടെ തെറ്റിക്കാനായിട്ടുള്ള ഇന്റർവ്യൂ ആയിട്ട് നിങ്ങൾ കണക്കാക്കുന്നത്. എങ്ങനെയാണ് ഈ ഒരുപാട് വള്ളങ്ങളിൽ ഇങ്ങനെ കാര്യം? എനിക്ക് വല്ല കാര്യം ഉണ്ടായിരുന്നോ? നല്ല കാര്യം ഉണ്ടായിരുന്നു. മുസ്ലിം ലീഗിനോട് ഇത്ര വിരോധം എന്താ? മുസ്ലിങ്ങൾ എത്രയോ നല്ലവരുണ്ടപ്പാ. അപ്പൊ അന്ന് അങ്ങനെ കുഴപ്പമുണ്ടായിരുന്നു, ഇപ്പൊ താങ്കൾ നന്നായി. ഞാൻ നന്നായി എന്ന് നിങ്ങളൊന്ന് വിചാരിച്ചോ? പിണറായി വിജയൻ കൊള്ളാമെന്ന് പറഞ്ഞു, മോദിയും കൊള്ളാമെന്ന്. ഏറ്റവും ഇഷ്ടം ആരാണ്? നിങ്ങൾ എന്തൊന്നും എന്നെ വെറുതെ കുറിപ്പിക്കാനാണ്.